നീ 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 ചുമ്മാ റിപ്പയറിലൊന്നും എടാ ഇതാണ് CV ആണ്. CV-യിലെ സ്റ്റാലി ഉണ്ട്. അപ്പം ഇതിന്റെ തൊഴുത്തിന്റെ പേര് സ്റ്റാലി എന്നല്ലേ പറഞ്ഞേ? CV ആണെങ്കിൽ പിടിക്കാനുള്ളതായിരിക്കും. അല്ല അടിച്ചടാ, കുഴപ്പമില്ല. ബാറ്റ് അടിച്ചടാ. നീ അടിക്കാൻ റെഡി ആയിരുന്നോ കേട്ടാ? ഒന്ന് റേഡിയോ കയറിയിട്ട് വെറുതെ നമ്മളെ 7 കയറിയിരുന്നോ, എൻ്റെ കോൾ കൊടുക്കുന്ന ആക്കിക്കോ. നമുക്ക് പിന്നെ എപ്പെങ്കിലും ഇങ്ങോട്ട് അടിക്കുന്ന സിറ്റുവേഷൻ ആക്കാലോ. വെറുതെ കൊന്ന് കത്തിക്കുവാണെങ്കിൽ കരിമീനോട് ഒന്ന് ബാക്കപ്പ് ഒന്ന് നിൽക്കാൻ പറ. ജസ്റ്റ് റിപ്പയർ നീ വരണ്ട, നീ ബാക്കപ്പ് നിന്നാതി വരും. കറക്റ്റ് നീ അടി പൊട്ടാണെ വന്ന് മേടിച്ചോ. കരിമീനെ കേട്ടില്ലേ? ഞാൻ റിപ്പയർ തന്നെ റിപ്പയർ വെക്കാം. ഹലോ ഹലോ, ഇത് നേരത്തെ ബ്രോ അല്ല അല്ലേ? അവൻ അങ്ങോട്ട് പോയി. മറ്റേ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ എയർ എടുക്കാൻ പോകുന്നേ? സൗണ്ട് ഉണ്ടായില്ല പ്രിയോ? ഇതടിക്കാനാ മറ്റേ ബ്രോ ഉണ്ടല്ലോ, മറ്റേ ടോക്ക് പറ. നമുക്കെന്തേലും വള്ളി കിട്ടുമോ? നമ്മക്കാന്ന് വള്ളി കിട്ടാ, നിങ്ങൾ വിറ്റാ നമുക്ക് വള്ളി കിട്ടും. നിങ്ങളിപ്പോ നാളെ പിടിക്കപ്പെട്ട നമുക്ക് വള്ളി കിട്ടും. ഇല്ല, പിടിക്കപ്പെട്ടാൽ ആരാ പിടിച്ചതൊന്നും കാണിക്കൂലോ. പിടിക്കപ്പെട്ട കുഴപ്പമില്ലടാ. പിടിക്കപ്പെട്ടാല് നിങ്ങൾക്ക് വിഷയം വരില്ല. പിടിക്കപ്പെട്ട നമുക്ക് തന്നെ വിഷയം. പക്ഷെ നിങ്ങളുടെ ഒറ്റയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയാലും കുഴപ്പമില്ല. അതായത് പിടിക്കുന്നുണ്ടെങ്കിൽ സീരിയൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾ തന്നെ പിടിക്കുക. ഞാൻ ഒരു വണ്ടി കട്ടോണ്ട് പോകുന്ന പോലെ വന്നില്ലേടാ അങ്ങോട്ട്, മനസ്സിലായില്ലേ? ഹലോ, നിങ്ങളെ കൂട്ടത്തിലില്ല? ഹലോ ഹലോ, ഇത് നിങ്ങളെ കൂട്ടത്തിലുള്ള ആളാ? എൻ്റെ വോയിസിലേക്കുണ്ടോ ഒന്ന് കേൾക്കാൻ പറ്റാക്കട്ടെ. അവർക്ക് കൊടുത്തോ കുഴപ്പമില്ല. ഡെസ്റ്റിന് പറഞ്ഞേ. അത് ഇവർക്ക് ഫുള്ളാ വേണ്ടേ. ബാക്കി ഡ്യൂറൽറ്റ് പറഞ്ഞത് അവർക്ക് കൊടുത്തോ. ഫുള്ള് ഞാൻ ഇവർക്ക് കൊടുത്തു. ബ്രോ പറഞ്ഞു. ഹലോ, നിങ്ങളുടെ പേരെന്താ? ഞാൻ പേര് വെക്കാൻ വിട്ടുപോയി രണ്ടാളെയും. ഹലോ ബ്രോ, അതല്ല എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവന് 5M കിട്ടുന്നുണ്ട്. ഇപ്പൊ വരും. 5M എന്താ? സപ്പോർട്ട് DC പോയേക്കുക. സപ്പോർട്ട് DCയിലെ പുറത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പേരെന്താ രണ്ടാള്? ബണ്ണിയോ? ഇപ്പം വേണ്ട. ഇപ്പം വേണ്ട. നിങ്ങൾ രണ്ടാളും ഫാമിലി അല്ലല്ലോ? അല്ല, ഫാമിലി ആണെങ്കിൽ അതൊക്കെ പണി. നിങ്ങളത് വിറ്റിട്ടുണ്ടെങ്കിൽ ഓക്കെ. നോക്കി. അല്ല ബ്രോ, ഞാൻ ഒറ്റയ്ക്കാ. ഏബിളല്ലേ?
ഈ പച്ചാളുടെ കൂടെ ഉള്ളതാ, ഈ പച്ചാളുടെ കൂടെ ഉള്ളതാ. അയ്യോ ബ്രോ ഞാൻ അവരുടെ ഇത് കൂടെ ഇത് ഉള്ളതല്ല. ഏബല് ഏബല് ഏബല്. എനിക്ക് ബ്രോ ഒന്ന് മാറിക്കോ, ഞങ്ങള് ചെറിയ സംസാരത്തില. ഓ സോറി കേട്ടോ, സോറി സോറി. ബ്രോ വേറെ ഒന്നും വിചാരിക്കല്ലേ, നമുക്ക് അതില്ല, അത് അവരെന്തോ വരാനുണ്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേത് കൊടുക്കാം. പറഞ്ഞു പറഞ്ഞു. അത് ടി വി ഏബലാടാ, അതാ അത് നിനക്കറിയില്ല. ടി വി ഏബലാ, ടി വി ഏബൽ. ആ അത് ടി വിയാ അത് ഏബൽ ഏബൽ ഏബല്. ഏബലോ? എസ്കേപ്പ് നേരിട്ട് അടിക്കന്നെ ബ്രോ. ഇത് ടൈം എടുക്കുവോ? ഇല്ല അത് പറ്റുന്നില്ല നോക്കിയത് അങ്ങനെ അത് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നോക്കി അറിയോ? 3006 അല്ല ബ്രോ, ഹലോ കേക്കാവോ? പറഞ്ഞോ. പിന്നെ ഇത് നമുക്ക് വള്ളിയൊന്നും വരത്തില്ലല്ലോ, അത് നല്ല അതാ പേടിയുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളൂ. അതാ ഞാൻ പറയുന്നത്, എന്നെ കൊടുക്കാണ്ടെന്ന് നിങ്ങളെ ഇൻസ്ട്രക്ഷനെ പറ്റത്തേ ഉള്ളൂ. നിങ്ങളെ കുടിക്കുകയും നമ്മളെല്ലാം കൊടുക്കും. ഇല്ല ഞാൻ കുടിക്കില്ല. ഞാൻ പറ്റേ സിറ്റുവേഷൻ ആവാൻ വേണ്ടിട്ട് നമ്മ എന്ത് ചെയ്യുന്നേ? അല്ല ഇപ്പൊ ഇവിടെ MRC എന്താ വന്നു, ഇപ്പൊ വേറൊരു ഗ്യാങ് വന്നു, പിന്നെ ഏകോരത്തോടെ വന്ന് നിൽക്കുന്നത്. ഇല്ല വള്ളിയൊന്നുമില്ല. നമ്മൾ ആരും അറിയില്ല. അത് എനക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അവര് സിറ്റുവേഷൻ ആക്കി MR സെറ്റും CPU. അതാ വണ്ടി പോയി നേർക്ക് വെച്ചൊക്കെ നോക്കട്ടെ, ഒന്ന് വിളിച്ചോക്കട്ടെ. ഹലോ റിയോ പോയാ? ഹലോ. അത് പോയി. ഇതെങ്ങനെ എപ്പോ ഉറക്കം പോയി ഇവര് വണ്ടി കയറി? എവിടാ നീയൊക്കെ, ഒന്ന് വാടാ പൈസ കൊണ്ട്. പെട്ടെന്ന് വന്നാ. ഹലോ ബ്രോ, നിങ്ങളുടെ പേഴ്സണലായിട്ട് സംസാരിച്ചു കഴിഞ്ഞോ? അല്ല പറഞ്ഞു. നിങ്ങളുടെയൊക്കെ പേരെന്താ? എന്റെ പേര് ഡസ്റ്റിൻ. നേരത്തെ ഉണ്ടായിരുന്നു നമ്മള്. ഇതൊക്കെ ആരാ? ഞാൻ മൈക്കി. ഹലോ, ഇതാരാ? വണ്ണി മുയല്. ബണ്ണി. ഓക്കെ. ഹലോ, നിങ്ങളൊക്കെ എന്താ പ്രസിദ്ധി പരിപാടി? എന്റെ ആണോ ബ്രോ? എന്റെ സൗണ്ട് എക്കോ ആണോ? ബ്രോയുടെ പ്രശ്നമാണേ. ബ്രോയുടെ ഇഷ്ടം എക്കോല്ല, നമുക്കില്ല. അല്ല നീ പറയുന്ന എനിക്ക് കുഴപ്പമില്ല, ഇവൻ പറയുന്ന മാത്രം എനിക്ക് നീണ്ടിരിക്കുന്ന വോയിസ്. അത് സൗണ്ട് അങ്ങനെയായിരിക്കും. സൗണ്ട് അങ്ങനെയാണ്. എന്റെ പേര് ഏബൽ. എന്താ പേര്? ABEL. ഏബൽ. TV ഏബലാണോ? അതെ ബ്രോ, അതെ. ഓ അറിയാം. ബ്രോക്ക് എന്നെ മനസ്സിലായോ? പെട്ടെന്ന് എനിക്ക് സ്കീം റെഡി ആയി തന്നെ. ഞാൻ ലൈവ് ഒന്ന് ചോദിച്ചായിരുന്നു. നമ്മുടെ മോഡറേറ്റർ സ്റ്റീവ് ഉണ്ടല്ലോ, സ്റ്റീവ് നിങ്ങളുടെ. പിന്നെ ബ്രോ എനിക്ക് ബ്രോനോട് സംസാരിക്കണം, ഒന്ന് വരുമോ? തളവരെ പോണ്ടേ? ഹലോ. ബ്രോ പറഞ്ഞോ. അത് മറ്റെന്തോ ഓക്കെ. ഹലോ, ഡെസ്റ്റിനൊന്നുമല്ലേ പറഞ്ഞേ? അല്ല എന്നോട് വേറെ പേരാ പറഞ്ഞത്. എന്നോട് വേറെ പേരാ പറഞ്ഞേ. അല്ല, ഒരാളുടെ പേര് ഞാൻ ബ്രോനെ വിശ്വസിച്ചോട്ടെ. ബ്രോ എന്റെ കൂടെ നിൽക്കണം. ബ്രോനെ വിശ്വസിച്ചോട്ടെ. പിന്നെ പേര് മാറ്റി. ചിലപ്പോ വള്ളി പിടിക്കാൻ പറ്റില്ലായിരിക്കും. അതാണ് ഞാൻ ബ്രോനോട് ഹെൽപ്പ് ചെയ്തിട്ട്. ബ്രോ അമ്മമാരെ വെച്ചിട്ട് മാറിക്കാം.
കേക്കാവോ? ഹലോ. കേക്കാം. നിന്റെ ആപ്പിലോടൊന്ന് സംസാരിക്കട്ടെ. എന്താ ബ്രോ ബ്രോയുടെ ഡൗട്ട് എന്താ ബ്രോ പറ. ഏബിലെ ഞാൻ പറഞ്ഞത് ഒരു കാര്യം പറയട്ടെ ഒന്ന്. പറഞ്ഞോ. Tell me. സ്ഥലം വരെ പോയാലും കുറച്ചങ്ങോട്ടേക്കോ. ഒരു മിനിറ്റ്, എന്നാ ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. വണ്ടി പോവാൻ സ്ഥലത്തോട്ട്. അല്ലല്ല ഞാൻ കരിമീനെ പറ അമാരന്റെ അടുത്തുണ്ടായിരുന്നു. ഒന്ന് കുറച്ചുണ്ടോ ഏബിലെ കുറച്ചുണ്ടോ ഏബിലെ കുറച്ചുകൂടി ഏബിലെ ഞാൻ എമ്മാർസല്ലേ ടക്കായിന്ന് ഓറപ്പറ്റിക്കാൻ വേണ്ടി നിക്കുന്നയാ. ഒന്ന് കൂടെ നിക്ക്, ഓറപ്പരി നിക്കല്ല. അല്ലല്ല ആരപ്പരി നിക്കണ്ട നിന്റെ കൂടെ നിക്കാം. ഞാനിപ്പോ ആരുടെ കൂടെ നിക്കാം? ഏബിലെ അല്ല കുഴപ്പമില്ല, ഇവിടുത്തെ മാറിയാ മതി. ഞാൻ പോവാണ്. ഞാൻ അത്യാവശ്യം പരിപാടിയുണ്ട്. സോറി. ഇതെന്താ അമ്മേ, എന്തോ നമുക്ക് ഇവിടുന്ന് മാറിയാലോ ബ്രോ? ഇവിടുന്ന് മാറിയാലോ? വാ നമുക്കിവിടെ ടി വി ഡ്രഷപ്പാ. പറഞ്ഞോ. ഏത് പാർക്കിങ്? നമ്മളെ ഈ മുറിച്ചിന്റെ മേലുള്ള ഈ സാധനത്തിന് എന്താ പറയാ? ജെട്ടി ബിൽഡിങ്. ജെട്ടി അങ്ങോട്ട് പോവാ. ജെട്ടിയിലോട്ട് പോവാ. ശരി. ഇല്ല പറയുന്നേക്ക് അവർക്കൊരു ഡൗട്ട്. അപ്പൊ അവർക്കൊരു ഡൗട്ട് അടിച്ചിട്ട് അവര് ഏബലിനെ പിടിച്ച് നിർത്തി. അപ്പൊ ഞാൻ ഏബലിനൊക്കെ പറഞ്ഞ എമ്മാസെറ്റാന്ന് പറഞ്ഞു ഏബലിനോട്. അപ്പൊ ഏബലാണെന്ന് ലീവായി. അപ്പൊ ഇവർക്ക് പേടിയാണ്, ഇവർക്ക് നമ്മുടെ സിറ്റുവേഷൻ ആണുള്ള പേടിയാണ്. അപ്പൊ അവരടിക്കൂല. അതാ എന്നോട് ചോദിച്ചാ പറ്റിക്കണോ വേണോ? നമ്മ ജെട്ടി ബിൽഡിങ്ങിനുണ്ട്. എന്തിനാണ് വേണോ? അല്ല എന്തായാലും ഇടുമ്പോഴെത്തില്ല, കുഴപ്പമില്ല. വാ നീ AFK അഭിനയിക്ക്. എടാ ഒന്ന് അവരെ ചാറ്റ് പോയിട്ട് പെട്ടെന്ന് AFK അഭിനയിക്കാൻ പറഞ്ഞിട്ട് വണ്ടി കയറി എന്നിട്ട്. ഞാൻ ജെട്ടി 2 സിറ്റിസൺസിന് AR ഒക്കെ. അറിഞ്ഞൂടാ ചോദിച്ചോട്ടെ. ബ്രോ ഇതാരാ? ഹലോ ബ്രോ ഇതാരാ? ഒന്ന് ലീവ് ചെയ്യോ ബ്രോ? നിങ്ങളെ കൂട്ടത്തിലുള്ളല്ലേ മറ്റേ 3ാമത്തെ ആൾ വരുമെന്ന് പറഞ്ഞേ? ബ്രോ ഒന്ന് ഇവിടെ നിന്ന് ലീവ് ചെയ്യാ ബ്രോ? അറിഞ്ഞൂടാ. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ 3ാമത്തെ ആൾ വരുമെന്ന് പറഞ്ഞില്ലേ? ബ്രോ എന്താ? ഓക്കെ ബ്രോ, ഇത് ഫോൺ ത്രൂ പേയ്മെന്റ് ഇല്ല. എന്നെ മിസ്റ്റേക്സ് പിടിക്കും. എന്നെ അങ്ങനെയാ പിടിച്ചത് അവര്. അതായത് ഫോൺ ത്രൂ പേയ്മെന്റ് പറ്റൂല. മിസ്റ്റേക്സ്. ഹാഫ് വന്നു. ഇതെനിക്ക് അറിഞ്ഞൂടാ. ഇത് നിങ്ങളാണല്ലേ ഇത്? ഹലോ ഇതാരാ? ഹലോ ബ്രോ പേരെന്താ? മാർലി. ബ്രോ ഇവിടെ ചെറിയൊരു ഡീലിങ്, ഒന്ന് ലീവ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ചെറിയൊരു ഡീലിങ്. ബ്രോ ഇതെന്തിനു കണ്ണ് ബ്രോ? ബ്രോ ഒന്ന് ലീവ് ചെയ്യോ ബ്രോ? ഒന്ന് ചെറിയൊരു ഡീലിങ്. ഓക്കെ താങ്ക് യു. ബ്രോ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോടാ, അമ്മർക്ക് പോയിട്ട് തീർന്നു. ബ്രോ ഇത് നിങ്ങളാക്കാരാണോ ബ്രോ? എന്താ സംഭവം? എന്താ ഇത്? ഇതെന്താ ഇങ്ങനെ ബാക്കപ്പ് വന്നോണ്ടിരിക്കുന്ന ബ്രോ? എന്താ ബ്രോ ഇവിടെ അടി പൊട്ടിയേ? അടിച്ചാ
അടിപൊട്ടിയല്ല. എടേ അടി ഇക്രു. ജെട്ടി അടിപൊട്ടി. വാ വാ വാ. ആ ഓക്കെ. വാ വാ കയറി കയറി ഇങ്ങോട്ട് 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 അടിപൊട്ടി അടിപൊട്ടി. ഇക്രോടാണ്. വാ വാ വാ. ഇത് നീയല്ലേ സി പി എന്തിനാ അറിയില്ല. എന്താ അറിയില്ല. നോക്ക് നോക്ക്. എടാ എന്താ സംഭവം ഇത്? സംഭവം എന്ത് ഇത്? വെടിവെപ്പാണല്ലോ ഫുൾ ഇവിടെ. ചുമ്മാ നമ്മളെ വെടിവെച്ചേപ്പല്ലേ, അത് ശരിയാണ്. അയ്യോ എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാ പറയുന്നേ? ഇങ്ങോട്ട് വെടിവെച്ചെന്തിന്? നീ ഇങ്ങോട്ട് വെടിവെച്ചെന്തിന്? ഇങ്ങോട്ട് വെടിവെച്ചെന്നിട്ടാ? ഇവരെന്തിനാ കണ്ടെടുത്ത് ഇവരെങ്കിലും ഇങ്ങനെ നടക്കുന്നേ? അയ്യോ അങ്ങനെ പറയല്ലേ. മനസ്സെന്ന് വെച്ച് ഇതെന്താ സംഭവം? എടാ ആരെങ്കിലും ഒന്ന് സിറ്റിയിലുണ്ടെന്ന് ജെട്ടി ബിൽഡിങ് വരുമോ? ചെറിയൊരു സിറ്റുവേഷൻ പെട്ടെന്ന് സിറ്റുവേഷൻ എന്താ അറിയില്ല. ഞാനൊരു ചെറിയ പരിപാടിക്ക് വെക്കുമ്പോ 105 വണ്ടി വന്നിട്ട് കുത്തിച്ച്. എന്തിനാ അറിയില്ല. അതായത് സിറ്റിസൺസ് ആയിട്ട് എന്തോ ഒരു പള്ളിയായി എനിക്കറിയാം. ഞാനൊരു ചെറിയൊരു ഗൺ ഡീലിംഗ് പോലെ വന്നേ. അപ്പോൾ അവരടിച്ച് അവരുടെ വണ്ടിക്ക് ഫയറായി. അതാ അവർ അടിച്ച്. നമ്മള് പാവാണ് ബ്രോ. അത്രേ ഉള്ളൂ. ഇല്ലടാ ഇല്ല, ഞാൻ അടിക്കൂലായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോ യുമാർക്ക് അവൻ ചോദിക്കാൻ വന്നാണ് എന്തിനിങ്ങോട്ട് ഫയർ ചെയ്യുന്നത്. അവനൊക്കെ ഇറങ്ങി ഫയർ ചെയ്യും. അത് തെറ്റണ്ടി. അറിയില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാ പറയുന്നേ? അത് ശരിയാണ് അവരെ. അറിയാൻ പറ്റില്ല ബ്രോ. ഇവിടെ എന്തോ അതെ സിറ്റുവേഷനാ. അത് കണ്ടിട്ട് ഓടി വന്നതാ. സംസാരം ഒന്നും ഇല്ല ഇനി കേട്ടാ. ഇനി മിസ്അണ്ടർസ്റ്റാൻഡിങ് സംസാരം ഒന്നും ഇല്ല. അയ്യോ മച്ചു ഒന്നുമില്ല. ഇവരെന്തോ വെടിവെപ്പായിരുന്നു. നമ്മള് വന്നപ്പോ നമ്മള് വണ്ടി കിട്ടി വെടിവെച്ച്. അപ്പോഴത്തേക്കും ലൈക്ക് നമ്മള് വന്ന് ചോദിക്കാൻ വന്നപ്പോഴത്തേക്കും എന്റെ കൂടെ ഉള്ളവനെ അടിച്ചിട്ട്. അപ്പൊ ഞാൻ രണ്ടുപേരും അടിച്ചിട്ട്. ബ്രോ ഞാൻ കാര്യം പറയട്ടെ ബ്രോ. ഇതിനകത്ത് അവിടെ ഇപ്പൊ കത്തിപ്പോയില്ലേ, ആ പുള്ളി നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ എന്ത് ഇഷ്യൂ നമുക്ക് അറിയണം. ലാസ്റ്റ് റേഡിയോ കിടക്കണോ ആരെ ഗ്യാങ്ങിലായാലും അവനെ കളിക്കും. ഏത് കിടക്കുന്നവൻ ഏതാ? ഈ രണ്ട് ബ്രോ നമ്മള് കറന്റ് ഒരു സിറ്റുവേഷനിലാണ്. എന്ന് വെച്ചാ ഈ കിടക്കുന്നവൻ കണ്ട ഈ താഴെ ഇവനായിരുന്നു തോന്നുന്നു. ഏതോ ബ്ലൂ ഡ്രസ് എന്നാ പറഞ്ഞത്. അവൻ നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് സ്കാം ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അല്ലേ ഞാൻ കിട്ടി. ഇവരെന്ത് ഗ്യാസ് സസ്പെൻഷൻ കിട്ടാൻ വേണ്ടി എന്താണ് ഗ്യാസ് സസ്പെൻഷൻ വാറടിച്ച നമ്മളെ? ഇനി വാറടിച്ച നമ്മള് ഗ്യാങ് സസ്പെൻഷൻ കിട്ടിയ വേണ്ടി വാറടിച്ചാ നായേ? ഇതെന്തിന് എത്ര ഇടപെട്ടിന്? വേറെന്തോ സിറ്റുവേഷൻ എന്തോ സിറ്റിസൺ സിറ്റുവേഷൻ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തോ അടിപൊളി. എടാ ഒരാള് കേറടാ വേഗോ ചെട്ടി ബിൽഡിങ്. എന്നിട്ട് വരാൻ പറ. ഇല്ല സിറ്റുവേഷൻ ഇത് പോന്നേ ഉള്ളൂ. ഞാൻ ഓടിക്കട്ടെ. എടുത്തോ. നന്ദിയുണ്ട്. ഞാൻ ഇവനാദ്യം ബുക്ക് ഡോക്ടറെ. ഇവനാദ്യം ബുക്ക്. ഇവിടെ നടക്കുന്നേ എന്തോ ഇത്
അറിയത്തില്ലല്ലോ, നമ്മ കണ്ടിരിക്കാം. നിങ്ങളെ മറ്റേ ആളെ ആരും അടിച്ചിട്ടോ ബ്രോ? ഇപ്പൊ പൊക്കല്ലേ ബാക്കി അവിടെ പൊക്കിട്ട് പൊക്കാമേ. ഇവരെ പൊക്കിക്കണ്ട ഇവനെ പൊക്കിക്കണ്ട. ഹലോ ബ്രോ അവനെ അവനെ പൊക്കിക്കോ. CP അല്ലേ? ആണാണ്. എന്റെ ഒരു ജെറാഡ് താങ്ക് യു ബ്രോ. ഹീൽ അയ്യോ ഒന്ന് ഹീൽ ചെയ്ത് തരുമോ? ഇതെന്തൊരു ഇവര് മൈരെ കൂളിലാണ് CP ആയിട്ട് എന്ത് കൂളിലാണ് നീ എന്താ പറയുന്നേ? ബ്രോ ഇവരെ പൊക്കിക്കോ. ഇവരെ CP ബ്രോ ഒന്ന് ഇങ്ങോട്ട് വരാമോ ബ്രോ? ഒരുത്തനെ എടുക്കും ബോസ്. CVയിൽ ഒരുത്തനെ എടുക്കാൻ ബോസ്. ഹലോ ബ്രോ ഒന്നിങ്ങോട്ട് വരാം ബ്രോ. ഞാൻ NBയിലുള്ളതായിരുന്നേ. അപ്പം ബ്രോ ഒരു മിനിറ്റ് കൈ പൊക്കിയടൻ. നീ ഏതാ ഗ്യാങ് ഏതാ? എടാ നീ ഗ്യാങ് ഏതാന്ന് പറയടാ. നിനക്ക് MRC കടന്ന് നമുക്ക് ചെന്ന് താങ്ങി ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഗ്യാങ്ങിൽ കയറിയിട്ട് നീ അവിടെ പൈസ അടിച്ചോണ്ട് വന്നിരിക്കുന്നു. അടിച്ചിട്ടേ ബ്രോ. CV അടിച്ചിട്ടേ. പിന്നെ ആരാ അടിച്ചിട്ടേ ബ്രോ? ഇങ്ങോട്ടെ ഞാൻ പറഞ്ഞത്. ഈ CP എനിക്ക് അടി വന്നോണ്ടോ ഞാൻ അടിച്ചേ? നിനക്ക് ബ്രോ എനിക്കിപ്പോ ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് കുറച്ച് ഓർമ്മ പക്ഷേ പറയട്ടെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ആദ്യം ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് സംസാരിക്കാം. പക്ഷെ നമ്മള് പറഞ്ഞില്ല നമുക്ക് അവരെ കൊണ്ട് ആവശ്യമില്ല. വെള്ളം വെറുതെ കിട്ടും. ഒരുത്തനെയും കിട്ടേക്ക്. ഇങ്ങോട്ടൊക്കെ ഇവിടെ CVയിൽ ആകെ 3 പേരേ ഉള്ളൂ. ഒന്ന് ബ്രൗൺ ഡ്രസ്, ഒന്ന് ഞാന്. ഇതാരാ? ഇവിടെ CVയെ മറ്റു പോലെ ഇവിടെ CVയെ 3 പേരേ ഉള്ളൂ. ഒന്ന് ഞാൻ. CV എന്നില്ല എടാ സംഭവം എന്താളിയാ? അളിയാ അത് CVയും CP അല്ലേ ഇവിടെ കളിക്കുന്ന? എനിക്കറിയില്ല എത്ര ആളാ വന്നേ. അല്ല അലയൻസ് കളിക്കുന്ന കളി അത് കണ്ട നീ? അല്ല ഞാൻ പറയട്ടെ, ഇത് എന്തിനാ ഓറെന്തിനാ എന്നാ പറഞ്ഞേ? ആരാ കൂടെ നിന്നിട്ട് മുമ്പിക്കുന്നെല്ലാം പറഞ്ഞ ആരാന്നത് അറിയത്തില്ലളിയാ. അവനെങ്ങനെയാണ് ഫ്രണ്ട്ലി ആയിട്ട് അതല്ലാരാ ആർക്ക് അടിച്ചു കൊടുക്കാം? ഞാനാടാ ഒരുത്തൻ നീ മറ്റേ സീറ്റ്. ഇവന്മാരെല്ലാം ആദ്യം ഇങ്ങോട്ട് ഫയർ ചെയ്തേ. അതെ എന്തിനാ വേറെ വന്നാലും നമ്മളെ ഞാൻ ലൈവാ സിറ്റുവേഷൻ ക്യാമറ മോഡിട്ട് കറക്റ്റ് നോക്കുന്നുണ്ട് ഞാൻ. അല്ലല്ല എന്റെ ലൈവ് POV ഉണ്ടാ, ഞാൻ ലൈവാണ്. അതായത് പെട്ടെന്ന് ഏബിലൊക്കെ പോയ കാര്യം മനസ്സിലായി. ഏബിൾ സിറ്റുവേഷൻ പറയല്ലോ. ഏബിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തേനെ. ഏബിളിനെങ്കിലും തോക്കിട നോപ്പിക്കാ തോക്കുവാണല്ല. ആടെ ഞാൻ പറ്റുന്ന ആളെ അടിച്ചിട്ടാ. എത്ര ആളെ അടിച്ചിടുവാ ഞാൻ വരച്ചതാ. ഞാക്കാണെ ഫുള്ള് പിന്നെ പാനിക്കായി. ഒറ്റ ഓനെയും കൂടി തീർന്ന റോൾ ഡൗൺ ആക്കണ്ടേനു. ഞാൻ പാനിക്കാടാ. നിന്റെ കൈ എടാ സക്കായി ആടെ എന്തോ ഒച്ച കേട്ടില്ലേ? അങ്ങോട്ടൊന്ന് കേറി നോക്ക് എന്താ സംഭവം. എടാ നീ ഇല്ല സിറ്റുവേഷൻ വെള്ള ഇലയ്ക്ക് എവിടെ ഇത് ഇനീഷ്യലാണോ? അല്ലല്ലോ ഇത് ഇനീഷ്യൽ. ഇത് എന്താ നോക്കാ ചോദിക്കാ. സോൾവ് തരാൻ പറ്റിയ സോൾവ് ചെയ്യാ. ഞാനിതാ ഇവിടെ ചെട്ടി നോക്ക് പിങ് നോക്ക്. ആ അങ്ങനെ CP ഉണ്ടാടാ. ഗണ്ണ് പ്രണവേ ഇത് ബുള്ളറ്റ് നീ ക്ലിപ്പാക്കി ഇറക്കട. എല്ലാരും ഇറക്കട. CP ലാണ്ടാ
വള്ളിയല്ല നിങ്ങൾ കൊന്നത് MRC-യിലെ പയ്യന്മാരെ. ഹലോ 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 മച്ചാനെ ഹലോ ഹലോ ആ ജിന്തക്കയ്യാണ്. ആ വാ വാ. എന്റെ പേരെങ്ങനെ അറിയാ? ആ ഹബീബിയാ. ഹലോ അല്ലല്ല കുഴപ്പമില്ല. ഇവര് വന്നിട്ട് എന്താ കുഴപ്പം പറ. ആ CV പറഞ്ഞോ. ഞാൻ പറയാം. ഇവന്റെ സിറ്റുവേഷൻ അല്ല ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് അവൻ ജാക്കറ്റ് ഇട്ടു ഒരു കോട്ട് തൊട്ടില്ലായിരുന്നു ഇവിടെ. അത് നിങ്ങളെ എങ്ങനെ നടക്കുന്നത്? നീല കോട്ടിട്ട് നീലക്കോട്ടിട്ടതാരാ? നമ്മളെപ്പോഴുള്ള ഇവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവനെ പറ്റി ഓർമ്മയില്ല. അപ്പൊ അവൻ അല്ലല്ല സിറ്റുവേഷൻ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. കിട്ടലും പോലെ ഓർമ്മയുണ്ട്. ഞാൻ പറട്ടെ, നീ ആണെന്ന് ഞാൻ സംസാരിച്ച് നിൽക്കുമ്പോൾ നീ എന്തിനാ ഗണ്ണെടുത്തടിച്ചെന്നാ? നീ എന്നെ എന്തിനാ ഗണ്ണെടുത്തടിച്ചേ? അല്ല അല്ലല്ല ഞാനാന്ന് ബ്ലൂ കോട്ട് ഇട്ടിട്ട് വായി പൊട്ടി. ഞാൻ പറട്ടെ, ആ അതാണ് ഞാൻ ബ്ലൂ ഷർട്ട് ഇട്ട് ഞാനാ. ബ്ലൂ കോട്ട് ഞാനാണ്. ബ്ലൂ കോട്ട് ഞാനാ. ബ്ലൂ കോട്ട് ഞാനാ. ടക്കായി. ആ ബ്ലൂ കോട്ട് ഞാനാ. നീ എന്തിനാ എന്നെ ഫയർ ചെയ്തു? എനക്ക് എന്നെ എവിടെ എല്ലാം ഓർപ്പിച്ച് കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട്. പറ, നീ എന്തിനാ എന്നെ ഫയർ ചെയ്തു? ഞാൻ നിന്നെ അടിച്ചോ? എന്തെങ്കിലും ചെയ്തു? ഞാൻ AR ചെയ്യാൻ വന്നല്ലേ? ആ ആദ്യം എന്തിനും ഇവനെ കൊന്നേ? അല്ലല്ല ഇവനല്ല, CP-യിലാണ് കൊണച്ചേ. ആ ഇവൻ തന്നെ കൊണച്ചേ. നീ MRZ ആണെങ്കിൽ പേരെങ്ങനെ ചോദിച്ചേ? എങ്ങനെ ചോദിച്ചേ? കറക്റ്റ് പറ. കൈവന്നിക്ക് അല്ലല്ല, നീ കൈവന്നിക്ക്. നീ പറ്റിച്ചു. നിന്നിപ്പം പറ്റിച്ചേ. നിന്നെ അല്ലല്ല പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞേക്ക് ഒരിന്റ് ഡിയനല്ല ഒരിന്റ്. നീ എന്തിനാണ് വെടി വെച്ച അന്നീക്രൂന്? പറ. നിന്റെ ബ്ലൂ കോട്ട് എടുത്തിയാ? ബ്ലൂ കോട്ട് എടുത്തല്ലോ. ബ്ലൂ കോട്ട് ഇട്ട് എല്ലാവരും നീ അടിക്കോ? ബ്ലൂ കോട്ട് ഇട്ട് എല്ലാവരും നീ അടിക്കോ? ബ്ലൂ കോട്ട് ഇട്ട് എല്ലാവരും നീ അടിക്കോ? വേണ്ട, ഇത് സിറ്റുവേഷൻ സംസാരിച്ച് തീർക്കാം. വിട്ടെ, വല്ല അടിച്ചിട്ട് ഓണാക്കിയത്. CP-ന്ന് വയ്ക്കാം നമുക്ക്. CP-ന്ന് എന്താന്ന് വയ്ക്കാം. കത്തിച്ചു തന്നെ കത്തിച്ചു. ഞാൻ പറയട്ടെ, പറ. ഇവര് ബ്ലൂ കോട്ട് ഇട്ടത് നമ്മളാന്ന് വെച്ചിട്ട് നിൽക്കുന്നത്. ഈ CP വന്നതില്ലേ, ANB-നെ ഫോളോ ചെയ്തിട്ട് വന്നേ പോലും. ANB ഓൾറെഡി വേറെ സിറ്റുവേഷൻ അല്ല. CP മനഃപൂർവ്വം ANB-നെ ഫോളോ ചെയ്ത് ജെട്ടി ബിൽഡിംഗിൽ വന്നിട്ട് നിങ്ങളെ അടിച്ചേ. ആ എന്നാ പിന്നെ അതുകൂടെ CP-ക്ക് അറിയാം നമ്മളെ MRC-ലാണ്. നമ്മൾ ഓൾറെഡി CP എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ഇന്നലത്തതില്ലേ ബ്ലൂ കോട്ട് ഇട്ട് നട്ട് നമ്മളെ പിടിച്ചേ, മനസ്സിലായാ? അതെങ്ങനെയാന്ന് പേരെന്താന്നെല്ലാം പറയണ്ടേ? ആ ഹലോ ആ നീ ഇവരോട് ഹലോ നൈറ്റ് ആകുമ്പോ ഒരു 2 ഗണ്ണും 10 20 കൂടെ തന്നാ മതി. ഓക്കെ ഇല്ല ഞാൻ പറയട്ടെ. ഹലോ ഇന്നലത്തെ നീ നിങ്ങളെ പോയ പൈസ നമ്മളൊന്നും ഓർത്ത്. അതെ ഒരു ഞാൻ പറട്ടെ നിർത്ത്. എടാ ഞാനല്ലേ സിറ്റുവേഷൻ ആക്കി. ഞാൻ സംസാരിക്കാം. ഞാനല്ലേ ആക്കിയ. നിർത്ത്. ഞാൻ പറയാം. എടാ ഹബീബി ഹലോ ഹബീബി എടാ സൈലന്റ് ആവും. വണ്ടിയിലുള്ളവന് നീയാ കൊന്നേ. അപ്പൊ പറഞ്ഞേക്ക്, വണ്ടിയിലുള്ള നീ കൊന്നില്ലേ? വണ്ടിയിലുള്ളവൻ എന്റെ ഫ്രണ്ടായതാ. പറഞ്ഞേക്ക്, ഇന്നലെ കട്ടുകൊണ്ടത് ബ്ലൂ കോട്ട് വേറെ ഏതോ ആളി, ഇന്നത്തെ ബ്ലൂ കോട്ട് ഞാൻ വേറെ ഏതോ ആളി. മനസ്സിലായോ? പറ്റണ്ട. നിക്ക് ഇപ്പൊ എന്തായാലും MRZ അടിച്ചിട്ടില്ലേ നീ? അല്ലല്ല ഞാൻ പറഞ്ഞേക്ക്, നീ ഇപ്പൊ കരിമീനെ കൈവന്നിച്ച് MRZ ആണെങ്കിൽ എനക്കില്ല ഒരു കോപ്പില്ലാന്ന് നീ പറഞ്ഞില്ലേ ആടന്നേ? CP ആണെന്നോ? എന്നാ വിട. ഇവരെ വിട്. ഗണ്ണൊന്നും വേണ്ട. ലീവ് വിട്ടോട്ടെ. CP ഇവരോട്
അല്ലല്ല വിട് വിട് ഇവരെ വിട് ഇവരെ എന്താ പറയാ ഇക്കുറി വിട് വിട് CP പിടിച്ചാ ഹലോ 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 ആ മച്ചാനെ ഞാൻ കാര്യം പറയട്ടെ. പറ ഞാൻ സീവിനോടാണ് എല്ലാവരും ഫോളോ പറഞ്ഞു റേഡിയോ കോൾ കിട്ടിയ സിറ്റുവേഷൻ നമ്മുടെ ഒരാൾ ഫണ്ടിൽ സ്കാം ചെയ്തിട്ടുണ്ട്. അത് ഞാനല്ല ഇന്നും ബ്ലൂ കോട്ട് വേറെ ആള് ആ ബ്ലൂ കോട്ട് വേറെ ആളായിരിക്കും എന്തിച്ച് ഉറപ്പ്. ഇപ്പൊ എന്തായാലും നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല. നമ്മളെ കൂട്ടത്തിൽ 2 പേരുടെ ഗണ്ണ് പോയിട്ടുണ്ട്. അവരെന്നെ പറഞ്ഞു അടിച്ചിട്ട് പിന്നെ 3 ഇവന് പോയാ അത് നിങ്ങള് അതായത് നിങ്ങൾ ഫസ്റ്റ് സിറ്റുവേഷൻ ചെയ്തിട്ട് എന്നിട്ട് CP കത്തിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതെ സത്യം. അതായത് ആ ഗണ്ണ് രാത്രി തന്നാൽ നമുക്ക് സിറ്റുവേഷൻ സോൾവ് ചെയ്യാം. സിറ്റുവേഷൻ ആക്കണം താല്പര്യമില്ല. ഓക്കെ അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇതിപ്പോ ആരെല്ലാം എന്തിനാ വന്നെന്ന് അറിയാം. നിങ്ങളിപ്പോ അലയൻസ് കളിച്ചോട്ടെ കുഴപ്പമില്ല. എന്നിട്ടും നിങ്ങൾ ഇവിടെ ഒറ്റയാളെ ലൈവ് ഉണ്ടായല്ലോ. മനസ്സിലായോ? പോയിക്കൊണ്ടേയിരിക്കും. എനിക്ക് അത്ര പറയാനുള്ളൂ. ഇതിപ്പോ AMB കാണത്തിട്ടെ പറഞ്ഞല്ലോ. പൈസ സ്കാം ചെയ്തെന്ന് നീ പറഞ്ഞോ? ഇല്ല ഞാൻ പറഞ്ഞില്ല. ഞാനവിടെ പറഞ്ഞു. ഞാനല്ലല്ലോ അതിന് പറയാൻ വേണ്ടിട്ട്. ഞാനായാലല്ലേ സ്കാം ചെയ്തത് ഞാനെന്ന് പറയാൻ പറ്റൂ. ഞാനല്ലാലും ഇന്നലെ സ്കാം ചെയ്തത്. നിങ്ങളെ വേറെ ആരോ ബ്ലൂ കോട്ട് ഇട്ട് പറ്റിച്ചിട്ട് പോയി എന്ന് വെച്ചിട്ട് എനിക്കിന്നും ബ്ലൂ കോട്ട് എന്ത് ഓർമ്മ ഇന്നലെ അല്ലല്ല ഞാൻ പറയാം. എടാ കരിമീൻ ഞാൻ പറയട്ടെ. ഇവ എന്തല്ലോ പപ്പ പറയുന്നത് ഞാനല്ലാലേ ഇന്നലെ എനിക്ക് ഓർമ്മ കത്തിച്ച് എനിക്ക് ഓർമ്മിപ്പിച്ച് എന്നെ താഴെ പോയിട്ട് ഇന്നത്തെ സിറ്റുവേഷൻ എന്നെ ഏബിൾ ഓർമ്മിപ്പിച്ച് താഴത്തുനിന്ന് നിന്നെ എന്നെ CP കൂടി കത്തിച്ച് ഏബിളുടെ സിറ്റുവേഷൻ ഫുൾ ഉണ്ടായിരുന്നു കാണാൻ. ആരോ അടിച്ചതില് CV ഉണ്ട് ഏബിൾ ഉണ്ട് പറഞ്ഞു. എടാ ഞാൻ പറയട്ടെ നീ ആദ്യം ഇവനൊക്കെ ഒന്നോ നിന്നെ ഹബീബേ മുത്തേ എടാ നീ ചൂടാവല്ല. നീ പറഞ്ഞേക്ക് ഞാൻ ഒറ്റക്കര എടാ ഇവരെ വിട്ടെ. ഹലോ പറ. എടാ ഞാൻ പറഞ്ഞേക്ക് നല്ല രീതിക്ക് തന്നെ ഞാൻ പറഞ്ഞേക്ക്. നമുക്ക് ഗണ്ണൊന്നും വേണ്ട. അതവരെ റേഞ്ച് പറഞ്ഞ ഗണ്ണൊന്നും വേണ്ട. വോയിസിൽ എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും? പറ്റൂല. അങ്ങനെ പറ്റത്തില്ല മോനെ. വോയിസ് കൺഫേം ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് പറഞ്ഞ സെയിമാണ്. നിന്റെ ഒപ്പമുള്ളമാര് മുതുക്ക് വരെ വന്ന് റിട്ടേൺ പോയത്. ഏത് വണ്ടി ചീപ്പാടി. നീ ഇല്ലാത്ത സിറ്റുവേഷൻ വെക്കണ്ടാട്ടാ. ഇവിടെ അടി പൊട്ടിച്ച നീയൊക്കെയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് കത്തിയേക്കുന്നത്. നീ കണ്ണ് എന്നിട്ട് പോയാ മതി. ഇനി ഇവിടെ അതെ വേണ്ട. ഇക്കുറി വിട്. അല്ലല്ല ഇത് ഇപ്പൊ പറഞ്ഞ ഇവര് ഇപ്പൊ CV പിള്ളേർ എടാ CV പിള്ളേർ ഇപ്പൊ എന്താ പറഞ്ഞറിയാ നമ്മൾ ഇന്നലെ വന്ന വണ്ടിയും ഇന്ന് വന്ന വണ്ടിയല്ലേ സെയിം ആണ്. എന്താണെന്ന് മനസ്സിലാവില്ല കേട്ടാ. ഇന്നലെ വന്നത് സക്കായി ഒന്നും കിട്ടുന്നില്ല. സൗണ്ട് ആദ്യം പറഞ്ഞു. എന്നിട്ട് സൗണ്ട് പറ്റാത്തോണ്ട് ഇന്നലെ വന്ന വണ്ടി ഇന്ന് വന്ന വണ്ടി എല്ലാം സെയിം ആണ്. ഇന്നലെ വന്ന വണ്ടി ഏതോ ഒരുത്തന്റെ വണ്ടി നമ്മൾ ഇന്നലെ പോയെ. ഇപ്പം വന്ന വണ്ടി ഇക്രുവിന്റെ വണ്ടിയിലും എങ്ങനെ സെയിം ആയി? വേറൊരു ടൈപ്പടെ വരി. ഞാൻ പറയുന്നേ നിങ്ങൾ നമ്മൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അത് ഇക്രു അവിടെ ഇവരെ ഇവരെ ഗണ്ണ് ഒറ്റന്നേരം തന്നിട്ട് പോകാൻ പറഞ്ഞ വിട്ടെ. എടാ ഇന്നലെയും നമ്മളെ സ്കാം ചെയ്ത് ഇന്നും ഗണ്ണ് വാങ്ങുന്നത് മോശമല്ലേ? വിട്. നമുക്കറിയാം നമ്മള് സ്കാം ചെയ്തിരുന്നേ. എടാ ഇവനെ കേക്ക്. എടാ ഇക്രു വിട്. അത് വിട്. നമുക്ക് ഗണ്ണ് ഒപ്പിക്കാം. എടാ ഓറേന്ന് ഞാൻ 20 CR സ്കാം ആയിട്ട് നിൽക്കുന്ന 17 CR ഇന്നല ഞാൻ മുത്തേ. ഹലോ പറ. ഞാൻ വരാം. നിങ്ങൾ എടുക്ക് പറ. നിങ്ങൾ ANBയാ? എടാ ANB എന്ന് കണക്ട് ഇടാൻ പറഞ്ഞേ. ഹലോ പ്രണവ് ANB എന്ത് കണക്ട് ഇടാൻ പറഞ്ഞേ? ചിലപ്പോ നിങ്ങൾ സിറ്റുവേഷൻ ഇന്റർഫിയർ ആയെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കുഴപ്പമില്ല. അത് ടക്കായ അറിയില്ല. പറഞ്ഞോ. ഇതാരാ?
ഇത് ആ ഓക്കെ അങ്ങനെയുള്ള എൻബിയാ തക്കായി ബ്രോ ഞാൻ വേറെ കാര്യം പറയാം. നിങ്ങളുടെ ഒരു പയ്യനെ അടിച്ചിട്ടത് CVത്തെ ഒരു അവനാണ്. ആ ഓക്കെ നിങ്ങളൊന്ന് ഓർമ്മിച്ചു ഫുള്ള്. ഓക്കെ ആ ഗണ്ണ് വേണമെങ്കിൽ ചോദിച്ച തരും. ഐ തിങ്ക് അവനെല്ലാം അടിച്ചിട്ട് ഇപ്പം CP ആണ്. അവരെ 3 പേരെ നിങ്ങളുടെ കൂട്ടത്തില് 3 പേരെയും നീ സിറ്റുവേഷൻ ഉണ്ടായില്ല. നീ സിറ്റുവേഷൻ ഒന്ന് ഫുള്ളായിട്ട് പറഞ്ഞു, വല്ലും കൂടി ഫുള്ളാക്കി പറഞ്ഞോട്ടെ. ഒന്ന് ആരാ തുടങ്ങിയെന്നല്ലോ. അതായത് CVയുടെ എന്തോ ഫണ്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് അതാ ആ ചെക്കനല്ലേ ഏത് ആ ചെക്കനല്ലേ ആദ്യം പേടിച്ചു വന്നേ? അത് ആ ചെക്കനല്ലേ? അത് ആ ചെക്കൻ ആ വെള്ളയല്ലേ അടിച്ചിട്ടെ? വെള്ളയാണ് അടിച്ചിട്ടത് കാറ് വെച്ചിട്ട്. അപ്പൊ ഞാനെന്ത് ചെയ്തത്, ഞാൻ കുറെ ആളോട് ഉണക്കി എന്റെ CP ലാസ്റ്റിൽ വന്ന് കൊന്നല്ലേ? CP എന്തിനാ ഞങ്ങളുടെ പുറകെ ഫോളോ ചെയ്ത് വന്നതാണ്. ഓക്കെ അപ്പൊ ഓക്കെ ശരി താങ്ക് യു. നിങ്ങളായിട്ട് സിറ്റുവേഷൻ ഇല്ല, നിങ്ങളായിട്ട് മനസ്സിലായി. ഇത് അത് നിങ്ങളായിട്ട് സിറ്റുവേഷൻ ഇല്ല, ചിലപ്പോ അറിയാണ്ട് ഇട്ടതായിരിക്കും. ഞങ്ങൾ ഓടി പറഞ്ഞു വേറെ സിറ്റുവേഷൻ ആണ്. സോറി നിങ്ങൾ അടിച്ചിട്ടില്ലല്ലോ, ആരും ഡൗൺ ആയിട്ടില്ലല്ലോ നിങ്ങള്? ഓക്കെ സോറി. എടാ ANB ക്ലിയർ ആടാ. ANB ഇല്ല. ഇവനെ CVനെയും വിട്. പിന്നെ ബ്രോ എന്നോട് ഇത് ബ്രോ ഇതിനകത്ത് ആരാ മിന്നലാണത്? CP എന്താ പരിപാടി? CP അല്ലല്ലോ നമുക്ക് എടാ ഇനീഷ്യൽ വെറുതെ ബാൻ വാങ്ങിച്ചെടുക്കണ്ട. എന്താ സഞ്ജയ് ചോദിക്കാം. ഒരാൾ ഞാൻ പറയാം. ഒന്നിന്റെ എടുത്തൊന്ന് സിറ്റുവേഷൻ സോൾവ് ആയിട്ടെ. പറ ഒന്ന് ഇവരെ സംശയിക്കട്ടെ. പറ നിങ്ങൾ പറ. BB പറ. എടാ നീയാണ് നിന്റെ സൗണ്ട് ഇല്ല. നീയാണ് അന്ന് എന്റെ പേര് മറ്റേ കാറ് ശരിയാ വന്നേ? ഹലോ പോയാ എല്ലാരും കത്തിയാലോ? എടാ നീയാണോ അന്ന് എന്റെ പേരും കാറ് ശരിയാ വന്നേ? അയ്യോ എടാ ഞാൻ പറട്ടെ, അത് നീയാന്ന് എനിക്ക് ഇന്നും ഓർമ്മയില്ല. മനസ്സിലായാ? ഞാൻ സത്യം പറട്ടെ, ഇതില് ഹെൽപ്പ് ചോദിച്ചാലേ നിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. MRCനോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. നീ നോക്കി അത് വിട നീ അല്ല ഞാൻ പറഞ്ഞേ. ഇതിപ്പോ ഓക്കെ ഇത് വിട്. ഇതിപ്പോ സിറ്റുവേഷൻ വിട്. ഇപ്പൊ വണ്ടി കണ്ടപ്പോ വരെ എനിക്ക് നിന്നെ ഓർമ്മ വന്നേ. കാരണം നിങ്ങൾ ഇവിടെ അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമ്മൾ ഒപ്പം നിൽക്കുന്ന വിശ്വാസം കൊണ്ടാണ് നമ്മൾ നിങ്ങളെ വിളിക്കുന്നത്. ഞാൻ കണ്ടു ശ്രദ്ധിച്ചില്ല. ഓക്കെ ഈ സിറ്റുവേഷൻ ഒന്നും ഇടുന്നിടത്ത് ഗണ്ണൊന്നും തരണ്ടായില്ല. വിട്ട MRC വന്നിട്ട് ഞാൻ അവിടെ പോയി നിന്നൊക്കെ നമ്മൾ പറ്റിച്ചു വന്ന് നീ അതേ ടോപ്പിക്കാണ് നീ പറഞ്ഞത്. ഗണ്ണിന്റെ റേറ്റ് സെയിം, എല്ലാ ടോപ്പിക്കും സെയിം ആയിട്ട് പറഞ്ഞാൽ നീ എല്ലാം പിടിച്ചടിക്കത്തില്ലേ? ഞാനല്ല ഇതില് ഹൈലി കോയിൻസിഡൻസ്. ഒപ്പുള്ള ഏതോ ഗോൾഫിന്റെ കാര്യം പറഞ്ഞു തോന്നുന്നു. ഗോൾഫിന്റെ കാര്യം ഗോൾഫിന്റെ കാര്യം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഗ്യാങ് ഹൗസിൽ വന്നിട്ട്. എടാ അത് ഞാൻ എനിക്കൊന്നും പറ്റില്ലല്ലോ. പാടില്ല അല്ല ഞാൻ പറയട്ടെ, ഇന്നലെ നിങ്ങൾ വന്നപ്പോ നിങ്ങൾ ഗോൾഫായിട്ട് ബന്ധം പറയാൻ പാടില്ല. ഗോൾഫായിട്ട് അത് ഞാനല്ലല്ലോ പറഞ്ഞത്. അത് ഞാനല്ലാലോ. അത് ഞാനല്ലാലോ. അത് വേറെ ബ്രോ. നിങ്ങളെന്താന്ന് ഇത് പിറ്റി പറഞ്ഞു കൊടുക്കുക? അത് ഞാനല്ല. അല്ലല്ലോ അല്ലല്ലോ ഗണ്ണുണ്ട് നിങ്ങളുടെ നീ വിട് ഗണ്ണ്. എന്നാ ഗണ്ണൊന്നു ഇനി പറ ഒന്ന് പറ. പിന്നെ ഈ CP വന്ന ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഞങ്ങളെ ഫോളോ ചെയ്ത സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് CPനെ അടിച്ചതെന്നുള്ള ഫസ്റ്റ് അവരടിച്ചത് എന്നുള്ളത് അവര് പറഞ്ഞായിരുന്നു. നമ്മളടിച്ചെന്നാ? നിങ്ങളാണ് അവരെ അടിച്ചത്. അല്ല നമ്മൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രോ. ഇവിടെ നമ്മൾ ആൾറെഡി സിറ്റുവേഷൻ ഇല്ല.
ആ അപ്പൊ അവരവിടെ ഗണ്ണെടുത്ത് വന്നത് നമ്മൾ അടിച്ചിട്ടുണ്ടാവാം. ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിറ്റുവേഷൻ എടുക്കുന്ന സ്ഥലത്ത് അവർ വന്ന് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു ബ്രോ ഞങ്ങൾ വേറെ സിറ്റുവേഷനിലാണ് വരല്ലേ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അവരോട് പറഞ്ഞതാ. പിന്നെ അതപ്പൊ ഓക്കെ അപ്പം ശരി CP നടത്തോ. ഓക്കെ അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ ഇല്ലേ സോൾവ് ആണേ. കൊടുക്കാൻ പോവാ തക്കായി വാടാ ഗണ്ണ് തരാവാ. പോയി കണ്ണു അല്ലല്ലേ കരിമീൻ നീ വാങ്ങിച്ചോ. ബൈനി CP എടുക്കാൻ പോ. CPക്ക് എന്താ അടി? ഇതെന്തോ ആയിക്കോട്ടെ. ഗണ്ണൊന്നും വേണ്ട ഞാൻ പറയട്ടെ. ഇത് നമ്മളെന്താ വെച്ചാല് നീയാന്ന് അറിയത്തില്ല ഇങ്ങനെ അല്ലല്ല വിട് എടാ സിറ്റി വിട്. ഇനി നമ്മളിതിന്റെ ഇതൊക്കെ ഉണ്ടാവും. വിട് ഇനി എന്തെങ്കിലും കുഴപ്പം എവിടെന്നെങ്കിൽ മാത്രം വന്നിട്ടുണ്ടെങ്കിൽ വിട്ടെ. ഇതിപ്പോ ഇനി ഫ്രണ്ട് ഇതിപ്പോ വന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കുഴപ്പമില്ലാന്ന് വിട്ടെ അത് വിട്ടെ. ഇനി സംസാരം വേണ്ട. നീ ഗണ്ണൊന്നും കൊടുക്കണ്ട വിട്ടെ. നമ്മൊന്നും ടീടെ പോയിട്ട് അന്നത് കരിമീനെടുത്ത് അത്ര ഡബിൾ കരിമീനെ വാങ്ങിക്ക് വേഗം വാങ്ങിച്ചിട്ട് CP എടുക്കാൻ പോവാ. CP എടുക്കട്ടെ. എന്ത് നമ്മളിനിയിപ്പോ സിറ്റുവേഷൻ ആയാലും കുഴപ്പമില്ല. അത് എന്തിനാണ് എന്തെങ്കിലും സിറ്റുവേഷൻ സ്കാമെന്ന് അറിയാം. CP എന്തിനാണെന്ന് അറിയില്ല മോനെ. CP ഒരു മുണ്ടെടുത്ത ഉള്ളി ലീഡറാണെന്നാ പറഞ്ഞത്. എനക്ക് തിരിയുന്ന മോനെ സത്യം പറഞ്ഞ ഞാൻ ഇന്നലെ സ്കാം ചെയ്തോണ്ട് പിന്നെ ഒരു പിടുത്തിൽ ഞാൻ നിക്കുന്നത് മനസ്സിലായി. ആ കോട്ടിട്ടോണ്ട് ഞാനാന്ന് മനസ്സിലായി. ആർക്ക് CP അടിച്ചിട്ടോണേ CP അല്ല തൂറാടാ അവറ്. ഇന്നലെ ഞാൻ പിന്നെ കുറെ സ്കാം ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ നിക്കുന്നത്. 20 കോടി വേണേ കൊടുക്കാം. സോറി പറഞ്ഞ കേസാ വിട്ടതാണ്. സിറ്റുവേഷൻ എടുക്കല്ലേ സോറി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് അവരോട്. എന്നിട്ട് അവര് പിന്നെയും നിങ്ങൾ എവിടെ ഞങ്ങൾ അടിക്കുന്നു. അത് കൊടുത്താൽ അമ്മ കൊടുത്തോളാം. ഞാൻ എപ്പോഴും കരിമീനെ ഇവർക്ക് കൊടുത്താലോ 20 കോടി അല്ല 17 കോടി കൊടുത്താലോ? എന്തുണ്ട് പറ 17 കൊടുത്താലോ? 17 കോടി കൊടുത്താലോ? പതിനേഴ് കൊടുക്കാം. എന്തുണ്ട് നോ യെസ് പറടാ കൊടുക്കണോ വേണ്ടേ പറ. ബുള്ളേ എടാ ഇവര് CV റേഡിയോ എന്ന് പറഞ്ഞേക്കോ. CV കൊടുക്കണ പൈസ കൊടുക്കണായിരിക്കും. ഇന്നലെ സ്കാം ചെയ്തേ തിരിച്ചു കൊടുക്കാല്ലേ മതിയല്ലേ? ഫ്രണ്ട് തന്നെ വിട്ടെ. 17 കൊടുക്കാല്ലേ നേരെ വാങ്ങി വിട്ടെ. എന്താ വെറുതെ നമ്മള് ഫ്രണ്ടിലായിട്ടുള്ളത് നശിപ്പിക്കണ്ട. ഇതൊന്ന് കഴിഞ്ഞാലൊന്ന് വരുമോ? ചെല്ലാൻ പാടില്ല. ഹലോ CV ഹലോ. ഞാൻ ഗാംഗോസിന് പുറത്തുണ്ട്. സോറി അടാ ആ സിറ്റുവേഷനൊക്കെ ഫുള്ള് ഞാൻ പാനിക്കാടാ. എടുക്കുക സുഖത്തിലെടുക്കുക. ഞാൻ ഫുള്ള് പാനിക്കാ. അതുകൊണ്ടാ സോറി പറയണ്ടേ. സോറി പറഞ്ഞ കുഴപ്പമൊന്നുമില്ല പൊട്ടെ. സോറി പറയണ്ടേ. ലാക്ക് 10 ലാക്ക് ക്രോർ 10 ക്രോർ. അച്ഛനെ ഒന്ന് മുന്നോട്ട് വരുമോ? വണ്ടി വെക്കുമോ? ഹലോ
സീനുണ്ടെന്ന് എടുക്ക് ഞാൻ തന്നെയാണ് സ്കാം ചെയ്തത്. അത് ഞാനത് അല്ലല്ല കുഴപ്പമില്ല വിട്ടോട്ടോ. അതിനി അതിന്റെ പേരുണ്ട് അതൊക്കെ വിട്ടോട്ടോ. ലൂഫി അല്ല ടക്കായി അത്. കുഴപ്പമില്ല അത് വിട്ട അതാ. അതെന്താ അറിയോ ഞാൻ എന്താ അറിയോ നമുക്ക് അല്ലല്ല എനിക്ക് അടിക്കണം എന്നുള്ള മൈൻഡ് വേറൊന്നുമല്ല. എന്റെ ഗ്യാങ് ഹൗസ് ആണ് എനിക്ക് ഇത്ര മൈൻഡ് ഒക്കെ തോന്നില്ല. അപ്പൊ അതിനെത്തിയാണ് പോയ അല്ല കുഴപ്പമില്ല അതാടാ വെച്ച പൈസ നിങ്ങൾ മൈൻഡ് ഇല്ല. ഇത് നൈറ്റ് സംസാരിക്കുന്നില്ല കേട്ടോ. എന്തായാലും നമ്മള് ഓക്കെ ശരി എന്നാ പോന്നെ. എരിവർദ്ധൻ എന്നാ പോ നോക്കെ. ഓക്കെ എത്രയേ ഉള്ളൂ. അതല്ലാതെ ഇങ്ങനെയാണ് RP മനസ്സിലായോ. എപ്പോൾ അടിയും പിടിയും നോക്കാം. പക്ഷേ CP നൈറ്റൊക്കെ കൊടുക്കും. നൈറ്റൊക്കെ കുറേ നേരം ഗണ്ണും പിടിച്ച് വന്നിട്ട് മുമ്പാൻ വേണ്ടിയിട്ട് കൊടുക്കും. അത് കൊടുക്കണം. അത് പിള്ളേരെ കൊടുത്തോളൂ. ഞാൻ ഇല്ലെങ്കിൽ ഓരുണ്ടാവും കൊടുക്കാൻ. അത്രേ ഉള്ളൂ. ജസ്റ്റ് RP CP ഇനി അത് നോക്കട്ടെ. ഹലോ CP ഉണ്ട്. ഹലോ ബ്രോ ഞാൻ CP ബ്രോ. അതെ പോളെ എടാ നോക്കടാ മണ്ട. ഇങ്ങനെ സിറ്റുവേഷൻ ആയി 10 മണിക്ക് ക്യാമ്പസിന്റെ പുറത്തിറങ്ങിയോ പ്രീവാർ അടിക്കാൻ അറിയാം. മനസ്സിലായാ അങ്ങനെ അറിയാം. അതന്നെ അല്ല 10 മണിക്ക് ഓരോട് അറിയാം. 10 മണിക്ക് റെഡി ആയിട്ട് പുറത്ത് റോക്ക് സൈഡ് വന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എവിടെ കണ്ട് അടിച്ചു അറിയാം. സൂപ്പർ. ഇത് ഭൂമി ഷേക്കും അടി ഉണ്ടാക്കുന്ന പോലെയായി. അങ്ങനൊന്നുമില്ല എങ്ങനെ അടിയാവുക ഇങ്ങനെ അടിയായിട്ട് വേണ്ട നമുക്ക് അങ്ങനെ. ഇവര് വേണ്ട എടാ മാസ് ഇതാണെങ്കിൽ കോമ്പാക്ട് ടോപ്പിക് ആണെങ്കിൽ ഇത് കൊടുക്കാം. ഹലോ ബ്രോ CP നമ്പർ റെഡിയില്ലേ? യൂസർ 4. ഹലോ CP ആണോ? അല്ല എന്തായിരുന്നു നിങ്ങള് സിറ്റുവേഷൻ ആയിരുന്നു. സിറ്റുവേഷൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? എടാ ഞാൻ സിറ്റുവേഷൻ ഞാൻ പറയാം ANB ആയിട്ട് ഒന്ന് ഒറിജിനൽ നെയിം ലീഡർ എന്ത് FI അടിച്ചു പോയ പേടിച്ചിട്ടാ? ഇനി നമുക്ക് അടിക്കാൻ പറ്റില്ലേ? പ്രീവാർ അടിക്കാൻ പറ്റുമോ? ഞങ്ങള് ഒന്ന് പേര് പറ്റുമോ? ഹലോ പേര് പറയാൻ പേടിയാണോ? തലയുണ്ടല്ലേ അപ്പൊ? CP അല്ല CV
അതായത് ഞാൻ പറയാം എടാ, അതായത് നമ്മൾ CV ആയിട്ട് ചെറിയൊരു ഡീലിംഗ് ചെയ്യും. ആ സമയത്ത് നമ്മളെ ചുറ്റിപ്പറ്റി ആടെ ANB എന്ന് പറഞ്ഞ ആളുണ്ടായിട്ടില്ല, മനസ്സിലായി? ANB നമ്മുടെ അടുക്കുണ്ടായില്ല. നമ്മളെവിടെയെല്ലാം പോകുന്നോ അവിടെ എല്ലാം നിങ്ങളും ഉണ്ട്, മനസ്സിലായാ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ജെട്ടി ബിൽഡിംഗ് പോയപ്പം ആ CVയിലുള്ള ആൾ നമ്മളെ അടിക്കുമ്പോൾ നിങ്ങളവിടെ ഗണ്ണെടുത്ത് വരുന്നത് നമ്മളടിച്ച്. അപ്പോൾ അത് എന്തിനാണ് അടിച്ച് വിത്തൗട്ട് വാണിംഗ് ഫയർ എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ച കുറച്ച് കൂട്ടോ മോനെ, ഒച്ച കുറച്ച് നോട്ടോ. ആ പറ. ഹലോ അതായത് ANB ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ഒരു പ്ലെയർ ANB ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി ANB ആണോ എന്ന് ചോദിക്കാൻ വരുന്നത് ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗണ്ണും പിടിച്ചിട്ടല്ല. ആ മാന്യത ഉണ്ടോ നിങ്ങൾക്ക്? അത് ബുദ്ധിയില്ലാത്തവന്റെ വായ്പാണോ? അപ്പോഴത്തേക്കും ചോദിക്കാൻ വന്നപ്പോഴത്തേക്കും അവൻ ഡൗൺ ആയി. ഇപ്പുറത്തെ റേഡിയോ സംസാരിച്ചു വിളിക്കാൻ. അപ്പോഴത്തേക്കാണ് നമ്മളെ കൂട്ടത്തിലുള്ള ബാക്കി ഒരാള് ഇരുന്ന രണ്ടുപേര് ഡൗൺ ആക്കിയത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ കൊന്ന് കത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി നമ്മൾ 10 മണിക്ക് വാർഡ് ഡിക്ലെയർ ചെയ്യും, മനസ്സിലായോ? പ്രീ വാർ ഡിക്ലെയർ ചെയ്യും. താങ്ക് യു അല്ല, നിങ്ങൾ വരണം, മനസ്സിലായോ? റോക്ക് ഷൂട്ട് വരണം. അല്ല കൊണയല്ല, നമ്മൾ കൊടയല്ല, നമ്മൾ പറഞ്ഞത് പ്രീ വാർ ഉണ്ട്, നിങ്ങൾക്ക് ഒന്ന് കത്തിച്ച് നമ്മളെ. ഓക്കെ, 10 മണിക്ക് പ്രീ വാറേ. ഇനീഷ്യലി നമ്മൾ സീനില്ല. അതിന് അവർ CP അടിക്കും രാത്രി 3:00. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, എല്ലാം ക്ലിയർ. എന്നാ പിന്നെ ഞാൻ പോയി പഠിക്കട്ടെ. നമ്മളെ കത്തിച്ച എല്ലാരും ഒന്നും ഇല്ല. ബ്ലേക്ക് എന്റെ ലൈവ് ഒന്ന് നോക്കിയായി. ബ്ലേക്ക് അണ്ടി ഞാൻ റിഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഓരോ അടിച്ചിട്ടാ ഫുള്ള്. ഞാനെന്നാ പോട്ടെ, പഠിക്കട്ടെ. രാത്രി പറ്റുവാണേ വരാം. ഓക്കെ.